മുതൽ എന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ മാത്രം ഞങ്ങളെല്ലാരും കൂടെയുള്ള ലാസ്റ്റ് ഓണാണ് ഗൈസ്. അതാ പാവട്ടോ ദിയമോക്ക് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല, മഴയായിട്ട്. മഴ കൊള്ളല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മഴ കൊണ്ടത് എന്റെ കുറ്റമാണ്. ഹായ് ഫ്രണ്ട്സ്, ഡിജി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഗൈസ്. ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് മുതൽ എന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ മാത്രം ഓണം വെക്കേഷൻ. അപ്പം ഞാൻ ഓണം പ്രോഗ്രാമിന് പോണില്ല സ്കൂളിലത്തെ. അപ്പൊ ദിയമ്മോള് പോകണ്ട്. ദിയമ്മോക്ക് മറ്റന്നാളെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എനിക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ എനിക്ക് 12 ദിവസമുണ്ട് ഓണം വെക്കേഷൻ. അപ്പം ഇന്നിപ്പോ വെനസ്ഡേ ആണ്. അപ്പൊ ജേഴ്സി ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഗൈസ് ഞാന്. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓണം പ്രോഗ്രാം ഉണ്ട് സ്കൂളില്. മീൻസ് ഡാൻസും പരിപാടികളൊന്നുമല്ല, ഗെയിംസും പരിപാടികളൊക്കെ 6th, 7th, 8th പീരീഡ്. അപ്പം ഇന്ന് ഹാഫ് ഡേ ക്ലാസ് ഉള്ളൂ. അപ്പം എത്ര 12 ദിവസം ഹാഫ് ഡേ കിട്ടിയില്ലേ? പിന്നെ അതുമല്ല കേട്ടോ, ദൈവന് എക്സാം കഴിഞ്ഞിട്ടില്ല. കുട്ടി തുറന്നു കഴിഞ്ഞിട്ടാണ് എക്സാം. അത് തീരുമാനിച്ചിട്ടില്ല, തുറന്നു കഴിഞ്ഞിട്ടാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ദിയമോള് റെഡി ആയിരിക്കും. ഡാൻസ് ഉണ്ട് കേട്ടോ ഓണം പ്രോഗ്രാമിന്റെ. അത് ഡാൻസിൽ ഇല്ലായിരുന്നെങ്കിൽ ദിയമോളുടെ ഇന്നായിരുന്നു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ എന്നാലും പോയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ പോയിരുന്നു ഓണം പ്രോഗ്രാമിൽ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താലും ഇരുന്ന് പഠിക്കേണ്ടി വരും. ആണോ? അത് സത്യം, അത് സത്യം. അത് ദിയമോള് പറഞ്ഞത് സത്യമാണ്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താലും ഇരുന്ന് പഠിക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. കാരണം ഇവർക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാണ് പുറത്താരാ? ഇതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിക്കിനെ കാണാൻ വന്നാണ് കേട്ടോ. കണ്ടോ, നിക്കി അവരോട് സംസാരിക്കുന്നു. അവര് ചിന്തിച്ചിതറി ഓടുന്നു. എന്നും ഇവിടെ വന്നിട്ട് നിക്കിനെ കണ്ടിട്ടാട്ടോ അവര് പോവുക. അതെ, മദ്രസ പോയിട്ട്. നിക്കിയുടെ കളിക്കൂട്ടുകാരാണ്. ഇന്ന് ഈ ഓണം ഈ 10th ബാച്ചിലത്തെ മീൻസ് ഞങ്ങളെല്ലാരും കൂടെയുള്ള ലാസ്റ്റ് ഓണാണ് ഗൈസ്. ഈ സ്കൂളത്തെ തന്നെ പറയാം ലാസ്റ്റ് ഓണാണ്. പക്ഷേ ഞാൻ പോണില്ല ഗൈസ്. 8 മണിക്കാണ് ഞാൻ റെഡി ആവാൻ വേണ്ടി ഒരുങ്ങണത്. റെഡി ആവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ യൂണിഫോം അഭിമാമന്റെ വീട്ടിലാണെന്ന് അറിയണത്. അച്ഛൻ ഭാഗ്യത്തിനോട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോവാനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞു യൂണിഫോം എടുത്ത് കൊണ്ടുവരാന്. അപ്പൊ അങ്ങനെ എടുത്ത് കൊണ്ടുവന്നാണ് ഗൈസ്. പിന്നെ ഞാന് രാവിലെ എണീറ്റപ്പോ തന്നെ കുളിച്ചിട്ട് സെയിം ഡ്രസ് തന്നെ ഇട്ടു. രാവിലെ തന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം വെയിലായിരുന്നു കേട്ടോ. ഞാൻ കണ്ണൂർ നോക്കുമ്പോണ്ട് മഴ വീണ്. ഇന്നലെ വരെ ഇല്ലാത്ത മഴ. ഇന്നലെ അത്തപ്പൂടേണ്ട ദിവസമായിരുന്നു. പക്ഷെ നമ്മളിവിടെ അത്തപ്പൂടല്ല. കാരണം നിക്കിന്റെ വക നമ്മളെന്നും കാണുന്നതാണ് അത്തപ്പൂവ്. മാത്രല്ല നിക്കി അത് ഇടാൻ സമ്മതിക്കാൻ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, നിക്കി അങ്ങനെ കാണുമ്പോ തന്നെ നിക്കി കടിച്ച് എല്ലാം ചിതറിയിടും. അതുകൊണ്ട് തന്നെ അത്തപ്പൂനെ മാറ്റ് എല്ലാം വാങ്ങി. അങ്ങനത്തെ മാറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല. ചേട്ടൻ പറയായിരുന്നു ഇന്നലെ. പക്ഷെ ഇവിടെ ആകെ ഇടാൻ പറ്റുന്ന ഇലയും കൊണ്ടാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു തരി പൂവില്ല. പക്ഷെ അഭിമാമന്റെ അവിടെ ഫുള്ള് പൂവാണ്. അപ്പം അവരിട്ടിട്ടുണ്ട്. കേറിക്കോ, സമയം പോയി. എൻജോയ് എൻജോയ്. കുഞ്ഞെന്തിനെങ്കിലും വടംവലിക്ക് എന്തിനെങ്കിലും കൂടിയിട്ടുണ്ടോ? ദേവ് കൂടിയിട്ടുണ്ടോ വടംവലിക്ക്? ആണോ? ഫ്രണ്ട്സ്, ദിയ ബേബി തിരിച്ചെത്തിയിരിക്കുന്നു. ദിയ ബേബി, അതാ സ്കൂൾ ബസ് പോണു ദിയ ബേബിന്റെ. എന്താ വിശേഷങ്ങൾ ഇന്ന്? ഇങ്ങോട്ട് നോക്ക്, പറ എന്തായിരുന്നു ഓണപരിപാടി ഉണ്ടെന്നോ? വടംവലി എന്താ പറ്റി? എന്തൊക്കെ പ്രതീക്ഷ കിട്ടിയില്ലേ? എന്താ കളിച്ചേ? അല്ല, ചേച്ചി എവിടെ? ചേച്ചി വയറുവേദന ആരാ പറഞ്ഞേ? ക്യാൻറ്റീനിൽ ലാസ്റ്റാണ് ഫുഡ് ഇട്ട്. എന്താ കാര്യം? ഞാന് ലഞ്ച് പീരീഡിനാണ്. ഞാൻ ക്യാൻറ്റീനാണ്. ഞാൻ ലഞ്ച് പീരീഡിനാണ് പൈസ ആ ടോക്കൺ അടുത്ത് കൊടുക്കാൻ നിന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞ അവിടെ നിൽക്കുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ചെന്നപ്പോ തന്നെ കൊടുക്കണ്ട? എനിക്ക് അറിയണ കാര്യമില്ലായിരുന്നോ?
അറിയണ കാര്യമില്ല ചെല്ലുമ്പോ തന്നെ ടോക്കൺ എടുക്കണം. അവിടെ അത്തപ്പൂട്ട്. എന്നിട്ട് ലഞ്ച് കിട്ടിയോ? ആ, പൈസ വാങ്ങി എന്നിട്ട് അവര് ഇല്ല. ഫ്രീ ആയിട്ട് തന്നോ? ആ, ഞാൻ കാണിച്ചത്. ആ ലാസ്റ്റ് ആവുമ്പോ അങ്ങനെയാണ്, അവര് ഫ്രീ ആയിട്ട് തരും. അപ്പൊ ഫ്രീ ആയിട്ട് ലഞ്ച് കിട്ടി. എന്തായിരുന്നു കഴിച്ചേ? പിന്നെ എണ്ണം ഫ്രീ രഞ്ജ അത് ഉണ്ടെങ്കിലേ തരുള്ളൂ ലാസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കിട്ടൂല. അതല്ല പിന്നെ എന്തായിരുന്നു ലഞ്ചിന് എന്തായിരുന്നു? ബിരിയാണി. മൈ ഗാഡ്. ഫ്രണ്ട്സ്, അങ്ങനെ ദിയമോളെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങള് തിരിച്ചിനി പോവുകയാണ്. ദൈവം നേരത്തെ വയറുവേനായിട്ട് വന്നുകൊണ്ട് ദൈവം വീട്ടിലുണ്ട്. നല്ല മഴ ഫ്രണ്ട്സ്, എന്താണെന്ന് അറിയില്ല, ഭയങ്കര മഴ. ഓണൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും അല്ലേ? നീ പോയാലോ? നീ എന്തൊരു ക്ഷീണുണ്ടല്ലോ അത് അല്ലേ? ഹട്ട് എങ്ങനെ എന്തായിരുന്നു പാട്ടിന്റെ ട്യൂൺ എന്തായിരുന്നു? ഹട്ടാണോ ഹാർട്ടാണോ? ദിയമോളുണ്ടാക്കിയ പാട്ടാണ് ഫ്രണ്ട്സ്. എന്താന്നറിയോ, ദിയമോളുടെ ഏതിലാണ്? മറ്റേ ബോക്സിലല്ല, വാട്ടർ ബോട്ടിലില് ഹട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഹാർട്ട് ഉണ്ട്. അപ്പൊ ദിയമോളും ഫ്രണ്ട്സും കൂടി ബസ്സിലിരുന്ന് ട്യൂൺ ചെയ്ത് വരികൾ എഴുതി ഉണ്ടാക്കിയ പറഞ്ഞോടുത്താ തന്നെ. ഉണ്ടാക്കിയത് എന്റെ ഫ്രണ്ട് റീനാണ്. പിന്നെ ഇത് ഷേക്സ് ഉണ്ടാക്കിയത് ഫിസയാണ്. മോളെ, ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് വീട്ടില്. നമ്മുടെ ആരായിരിക്കും? ഗസ് ചെയ്യോ? ഗസ് കറക്റ്റ് ആയിട്ടൊരു ഗസ് പറ. എനിക്കറിയില്ല. എന്നാലും നേരത്തെ ഒരു ഗസ് പറഞ്ഞല്ലോ. അമ്മമ്മയാണോ? അമ്മമ്മയാണോ? ആയിരിക്കും. അധികം നമ്മളെ വീട്ടിൽ വരാത്ര. അത് തന്നെയാണ്. അത് അധികം കുറെ ദിവസമായി വീട്ടിലേക്ക് വരാതിരിക്കുന്നു. അതും അമ്മമ്മയാണ്. അല്ലെങ്കിൽ ചേച്ചി ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്ന ചേച്ചി. ആദ്യത്തെ അക്ഷരം എ ആണ്. അമ്മമ്മ പേരിന്റെ പേരാണ്. അച്ഛൻ അച്ഛന്ന് വിളിക്കണതല്ലേ, പേരല്ലല്ലോ. അച്ഛന് നോക്കാം, ചെന്നിട്ട് നോക്കാം. ഹലോ, ദിയമോള് വന്നേ. ദിയ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ? ആദിമോൻ മഴ കാണില്ലായിരുന്നു ഇല്ലേ? അതാ പാവേ. എന്നിട്ട് ഇത്ര നേരം എന്തെടുക്കുന്നോള്? അതെ, അതാ പാവട്ടോ. ദിയമോക്ക് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല, മഴയായിട്ട്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് എടുത്തോ ഒന്ന്? അതല്ല, മഴ ഉണ്ടേന്നോ? മഴ കൊണ്ടോ ദിയമോള്? മഴ കൊണ്ടോ? മഴ കൊള്ളല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, വെക്കേഷൻ എന്തിനലറിയിട്ട്? അമ്മ വലിയ കാർക്കൂന്നല് കെട്ടണ മാതിരിയാണ്. ആകെ ഒരു മൂട്ട, 4 മൂട്ടയുണ്ട്. അതാണ്. ഫുഡ് കഴിച്ചിട്ടല്ലേ കഴുകണത്? മുടി കഴുകുന്നുണ്ടോ? ഇല്ല, കഴിച്ചിട്ട്. എവിടെ ചേച്ചി? എവിടെ? ഇത് കുഞ്ഞുമണിയാണ് കേട്ടോ. ഇത് ആദിമോനാണ്. ദിയ ചേച്ചീൻ്റെ, ദേവ് ചേച്ചീൻ്റെ അനിയനാണ് ആദി. ആദിന്റെ സ്കൂളിൽ വിളിക്കുന്ന പേര് മാധവ് അഭിഷേക്. മാധവ് അഭിഷേകാണ്. അഭിഷേക്
ആദിമോന്റെ അച്ഛന്റെ പേരാണ്. ഇവിടെ സീരിയല് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇവക്ക് എന്താ പറ്റിയേ? ആണോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പൊ കൊറേ ആണോ? ദിയമോള് സീരിയലൊക്കെ കാണും. ഫ്രണ്ട്സ്, അപ്പം ഞാൻ സ്കൂളിലോട്ട് വന്ന് റെഡിയായി. ഇനിയിപ്പോൾ എനിക്ക് ട്യൂഷന് പോകണം. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ട്യൂഷൻ 5:30 ഉണ്ട് ഫിസിക്സിൻ്റെ. അപ്പം അതിന് പോകണം ഗൈസ്. ഡ്രസ്സൊന്നും കാണാത്ത ഡ്രസ്സൊക്കെ ആയിരിക്കും, കാരണം ഇതിൻ്റെ അല്ല, വാടകയാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രസ്സാണ് ഗൈസ്. എണീറ്റ് ഓള് വീട്ടിലുള്ള ഡ്രസ്സാണിത്. പക്ഷേ ഓള് വീട്ടിലുള്ള ഡ്രസ്സ് നമ്മള് ഭയങ്കര വലിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ ഇടുന്നത് മറ്റേ ഡ്രസ്സാണ് ഓള് വീട്ടിലില്ല. ഓള് പുറത്തേക്ക് പോകുമ്പോ ഭയങ്കര എസ്തെറ്റിക്കുമാണ്. അതെ, റിച്ച്. ഇതൊക്കെ എങ്ങനെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നത്? തണുപ്പത്തൊക്കെ ആണെങ്കിൽ രാത്രിയില്ല, പക്ഷെ വീട്ടിലേക്ക് കിടക്കാൻ തോന്നൂലത്. ഓക്കെ, പോകാനായോ? 5:30 ആയോ? ആയിട്ടില്ല. ട്യൂഷൻ ഉണ്ടാവുമായിരിക്കൂലേ ഇനി? പിന്നെ സ്കൂളല്ലേ ഇനി തൊട്ട് ലീവ്? സ്കൂൾ അടച്ചൂലേ? അടച്ച് മീൻസ് നാളെ എന്തോ അവധിയാണ്. പിന്നെ മറ്റന്നാൾ ഓണം പ്രോഗ്രാമാണ്. ദേവു പ്രോഗ്രാമിനൊന്നത് എന്താ അയ്യങ്കാളി. അപ്പം പിന്നെ എന്താണ്, മറ്റന്നാളാണ് ദേവുവിൻ്റെ ഓണം പ്രോഗ്രാം. പക്ഷെ ഓണത്തിന് പ്രോഗ്രാം ഒന്നും ദേവു കൂടിയിട്ടില്ല. അതുകൊണ്ട് ബാച്ചിന് ഞാൻ മാത്രമേ കൂടാത്തതുള്ളൂ. അപ്പൊ പിന്നെ എന്താണ്, പോകുന്നില്ല, ഇല്ലാത്ത സ്ഥിതിക്ക് പോകുന്നില്ല. പിന്നെ ലീവുമാണ്, ഓണം വെക്കേഷൻ ആണ്. ഫ്രണ്ട്സ്, ഞാൻ ട്യൂഷന് പോവാണ്. ഹായ്, എന്നാ പോയി വന്നിട്ട് വരൂ. അല്ല, പോയി വന്നിട്ട് കാണാം. ടാറ്റാ. ഞാൻ ഇപ്പൊ ഡയലോഗ് പ്രതീക്ഷിക്കാൻ ഇതാ മുന്നേ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, മുന്നേ ഇപ്പൊ 4 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് വന്നു. ഇവർ അങ്ങോട്ട് പോകണ്ട വർഷം ഐഫോണ്. അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുന്നുട്ടോ. അണ്ണി തട്ടു വടി. അരുമോനെ പഠിപ്പിക്കുന്നുട്ടോ. അല്ല, ഞാൻ വേറെ കുട്ടികളും ഞാൻ അരുമോനെ ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ ഞാൻ സ്വയം പഠിക്കും. ഇതെന്താണെന്ന് അറിയോ ഗൈസ്? ഫ്രണ്ട്സ്, ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു, ഇപ്പൊ വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഷൂട്ടുണ്ട്, നൈറ്റ് സീൻ ഷൂട്ട്. ഇത് ലബൂബാണ്. ഫ്രണ്ട്സ്, ഇത് ലബൂബ് ആണ്. മുന്നേ എൻ്റെ ഇപ്പൊ വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ. ഗൾഫിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, സൗദിയിൽ. ഞാൻ എനിക്കറിയില്ല ലബൂബ് പറഞ്ഞ സംഭവം. എനിക്കതാ, ഞാൻ ആദ്യമായിട്ടാണ്. ഗൈസ്, ഇതെല്ലാവർക്കും ഹസ്ബൻഡ് എല്ലാവർക്കും ഗൈസ് നോക്കി ലബൂബു. അപ്പൊ ഈ ചിരി എന്താ പേടിയാവൂലേ? അവള് പറഞ്ഞു ഇങ്ങനെ ചിരിയുള്ളൊരു പാവക്കുട്ടി മരുത്ത സാധനമാണ് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്ക് ചിരിയുള്ള സംഭവം ഒക്കെ ഓക്ക് പേടിയാണ്. പിന്നെ ഇത് മാത്രം എന്താ പേടി? പിന്നെ ലബൂബ് പേരും. അതിന്റെ പല്ലാണ് കാണുന്നത്. അത് അത്യാവശ്യം ഫേമസ് ആണ്. പക്ഷെ ഫ്രണ്ട്സ്, എനിക്ക് കറക്റ്റ് ഇഷ്ടമുള്ള കളർ തന്നെ കിട്ടിട്ടോ. ഗ്രീൻ ആണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഫ്രണ്ട്സ്, ഞാൻ അർജുമാമന് എന്താ അവർക്ക് ഞങ്ങക്ക് കാണിച്ചു തന്ന മാജിക് അവർക്ക് കാണിച്ചു കൊടുക്കാണ്. ഒരു പേരെഴുതി ദേവുവിന് കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിൽ ഒരു പേരെഴുതി കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പൊ ഇത് ഞാൻ കണ്ടുപിടിക്കണം. ഇത് അമ്മയ്ക്ക് അറിയാം, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ദിയമോളെ. പിന്നെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ട് ചേച്ചി പറയും. പേര് പറയണം കേട്ടോ. പറഞ്ഞോ? ഇവിടെ നമ്മളെ കുടുംബത്തിലുള്ള ആരുടെയോ പേരാണ്. പക്ഷെ ഇപ്പൊ ആള് സ്ഥലത്തില്ല. ഇല്ലല്ലോ. അത് അതിലുണ്ടോ? അല്ല പറയാ, നമുക്ക് കൊറേ ആയി അല്ലേ? എന്താ കബഡി നടത്തി? ഞാൻ ലെറ്റർ പറയാം, നോക്കണേ. ABCD EF GHI JKLM NO QRS TU VW ചിരിയുണ്ട്. പി വെച്ചിട്ട് തുടങ്ങും അല്ലേ? ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ബാക്കിലായി വെച്ചപ്പോ പേപ്പറിൽ ഞാൻ കാണിച്ചോണ്ടാ വെച്ചത്. ദിയമോക്ക് എന്താ ഒരു അതിശയമില്ലാത്തത് കണ്ടുപിടിച്ചിട്ട്? ഞാൻ
ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് വന്നിരുന്ന് പഠിക്കാറുള്ളപ്പോൾ അമ്മ വെച്ച് പഠിക്കുന്ന സീനാണോ? അവിടെ പപ്പ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ദേവന് പഠിക്കുന്ന സീനായിരിക്കും. ഞാൻ സ്റ്റഡി ടൈമിൻ്റെ അവിടെയാണ്. ഫ്രണ്ട്സ് 9:45 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഷൂട്ടിലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ദിയമോള് കയറി ഉറങ്ങി കേട്ടോ, കിടന്നുറങ്ങി, അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ദിയമോള് ഉറക്കം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് ദേവും കിടന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കണ്ട ഈ സാധനം. ദിയമോള് ഇന്ന് സ്കൂളിൽ നിന്ന് കുറച്ച് മഴ കൊണ്ടു കേട്ടോ, ലഞ്ച് കഴിക്കാൻ പോയപ്പം. അപ്പം അതിൻ്റെതായിട്ടുള്ള ജലദോഷക്കോളൊക്കെ ഉണ്ട്. ഗാനം വിതുമ്പി നിൽക്കും. രണ്ട് സീൻ എടുത്തിട്ടുണ്ട്. കണ്ണോർക്കണില്ല നമ്മളെ ആക്ടിങ് ഇങ്ങനെ രസം ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കമൻ്റ് ഇട്ടു ദിയയുടെ അഭിപ്രായം അഭിനയം നല്ല രസമുണ്ട് പറഞ്ഞിട്ട് കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ദിയമോള് 11:30 ആകുമ്പോഴാണ് ഉറങ്ങാറ്. അതെ, എന്നിട്ട് എന്താ വെച്ചാൽ മൊബൈല് TV ഒന്നും വെച്ചില്ല, കാരണം ഷൂട്ടായതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ദിയമോൾ ഉറങ്ങി. അതുപോലെ ടാബൊക്കെ കൊടുത്തിട്ടുണ്ടെ നീ ഉറങ്ങാനില്ലായിരുന്നു. ആദ്യമോനും ഉറങ്ങില്ലായിരുന്നു. ആദ്യമോനും ഉറങ്ങി. ചോറ് കൊടുത്തല്ലേ ഉണ്ടാക്കും. എന്താ കറി കുറച്ചെടുത്തേ? എത്ര ഉണ്ടായിരുന്നു കറിയോ? ഒരു ചീനച്ചട്ടി ഫുള്ള് ബീഫ് കറി ഇരുന്നിട്ട് ഇത്ര കറി ഉണ്ടോ? ചാറില്ല. എനിക്ക് ബീഫ് കഷ്ണം ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. കഴിക്കാൻ പറ്റാതെ തന്നെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ ബീഫ്. കുറേ പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ബീഫ്. ദിയമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. എനിക്ക് ചിക്കൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ചിക്കൻ പൊരിച്ചതിൽ എല്ലാം എനിക്കിഷ്ടമാണ്. ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നൈറ്റത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി അപ്പത്തേനും എല്ലാവർക്കും ഉറക്കം വന്നിട്ടോ. അപ്പം ബാക്കി ഷൂട്ട് നാളെ നൈറ്റിക്ക് ആക്കി ഗൈസ്. ദിയമോളൊക്കെ ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ചുമന്നിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇനി നാളെ നൈറ്റാണ് ബാക്കി എടുക്കുക. അപ്പം ഉറങ്ങാൻ പോവാണ് ഗൈസ്. 10:30 സമയം. അപ്പം നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ വെക്കേഷൻ സ്റ്റാർട്ടായി ഗൈസ്. നിങ്ങളുടെ വെക്കേഷൻ എന്താ സ്റ്റാർട്ട് ആവണത്? എൻജോയ് ചെയ്യുക ഗൈസ്. എല്ലാവരും ഹാപ്പി ഓൺ അഡ്വാൻസ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. അപ്പം ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.